Once again, welcome back to KCS Classes. KCS Classesൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാം ഈ മാസം 25-ാം തീയതി നടക്കാൻ പോവാണ്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഡെയിലി MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൽ പോയി കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ നമ്മൾ 2 ബാച്ചസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ക്രാഷ് ബാച്ച്, ദെൻ MCQസും മോക്ക് ടെസ്റ്റും മാത്രം വേണ്ടവർക്ക് അങ്ങനെ ഒരു ബാച്ച്. ഈ 2 ബാച്ചും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലാസ്റ്റ് ലാപ്പിൽ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ. ദെൻ നമ്മൾ മോക്ക് ടെസ്റ്റിൻ്റെ ഒരു ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വെറും 100 രൂപയ്ക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഈ ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് പഠിച്ചൊരു ഇതൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കാൻ വളരെ യൂസ്ഫുള്ളായിരിക്കും. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. വെറും 100 രൂപ മാത്രമാണ് വരുന്നത്. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ് കോമേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന നെക്സ്റ്റ് എക്സാം. അതിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആണ്. ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇൻകം ടാക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതർ സോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഗിഫ്റ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. Number 1, gift of land or building is taxable if the stamp duty value exceeds rupees 50,000 and it is received without consideration. Number 2, if received for inadequate consideration, the difference between stamp duty value and consideration is taxable if it exceeds 50,000 rupees. If the stamp duty value is up to 110% of the consideration, no income is taxable under other sources. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഗിഫ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈസ് ടാക്സബിൾ ഇഫ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എക്സീഡ്സ് rupees 50,000 ആൻഡ് ഇറ്റ് ഈസ് റിസീവ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. കറക്റ്റാണ്. നമ്മൾ ഗിഫ്റ്റിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും ഗിഫ്റ്റ് 50,000-നേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിങ് ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അത് ടാക്സബിൾ ആകുന്നത് എപ്പോഴാണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയുന്നത് 50,000-നേക്കാളും കൂടുമ്പോൾ. കറക്റ്റാണ്. ദെൻ ഈഫ് റിസീവ്ഡ് ഫോർ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ആക്ച്വൽ വാല്യൂവിനേക്കാളും കുറവ് നെഗോഷിയേറ്റൊക്കെ ചെയ്തിട്ട് ആണ് കിട്ടുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ പറയുക ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ. നേരത്തെ പറഞ്ഞു വിത്തൗട്ട് കൺസിഡറേഷൻ. നമ്മൾ ഗിഫ്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ പൈസയൊന്നുമില്ല. നമുക്ക് ഗിഫ്റ്റായിട്ട് മുഴുവൻ എന്ത് കിട്ടാണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കിട്ടാണ്. അതിൻ്റെ വാല്യൂ 50,000 കൂടുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കണം. ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ആണ് എങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ വാല്യൂവിനെക്കാട്ടും കുറവ് എമൗണ്ടിന് നമ്മൾ മേടിക്കുകയാണ് എങ്കിൽ അവിടെ 50,000-ആയിട്ടും എന്താണ് കൂടുതൽ അതിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആൻഡ് കൺസിഡറേഷൻ ഈസ് ടാക്സബിൾ ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000. അപ്പോൾ യഥാർത്ഥ വാല്യൂ ചിലപ്പോൾ 2 ലക്ഷം രൂപയായിരിക്കും. നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് നമുക്കത് 1 ലക്ഷത്തിന് കിട്ടി. അപ്പോൾ നമുക്കവിടെ എന്താണ്? ഫ്രീ ആയിട്ട് 1 ലാഖിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടുകയാണ് അല്ലേ? 2 ലക്ഷം ഉണ്ടായിരുന്ന 1 ലക്ഷത്തിന് കിട്ടുന്നു. അപ്പോൾ അവിടെ 50,000-നേക്കാട്ടും കൂടുതൽ എമൗണ്ട് വരുന്നത് കൊണ്ട് തന്നെ അത് ടാക്സബിൾ ആണ്. എപ്പോഴും ഗിഫ്റ്റ് 50,000 റുപ്പീസിനേക്കാൾ മേലെ വരുമ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടവരെ. കറക്റ്റ്. ഇനി ഇഫ് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഈസ് അപ് ടു 110% ഓഫ് കൺസിഡറേഷൻ, നോ ഇൻകം ഈസ് ടാക്സബിൾ അണ്ടർ അതർ സോഴ്സസ്. അതും കറക്റ്റാണ്. അതാണ് സേഫ് ഹാർബർ റൂളാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപ വാല്യൂ ഉള്ള, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെന്ന് വയ്ക്കുക. അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയണത് കാണിച്ചിരിക്കുന്നത് 1,08,000 റുപ്പീസ് ആണെന്ന് വയ്ക്കുക. സോ നോക്കിയേ, 1 ലാക്ക് വാല്യൂ ഉള്ളത് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 1,08,000 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു 110%.
1,10,000 വരെ ആണെങ്കിൽ നമ്മളവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് പറയണത്? ആക്ച്വൽ വാല്യൂവിൻ്റെ 110% വരെയാണെങ്കിൽ. അപ്പോൾ ഇവിടെ 1,00,000 വാല്യൂ ഉള്ള സാധനം സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമ്മൾ കാണിച്ചിരിക്കുന്നത് 1,80,000 രൂപയാണ്. അപ്പോൾ അപ് ടു അല്ലേ 1,10,000 വരെ കാണിക്കുകയാണെങ്കിൽ നമ്മളവിടെ വേറെ ടാക്സ് കൊടുക്കേണ്ടതെന്ന്, ബിക്കോസ് നമ്മൾ കാണിച്ചിരിക്കുന്ന വാല്യൂ ഓക്കെ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നോ ഇൻകം ഈസ് ടാക്സബിൾ. സോ കറക്റ്റാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 21. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22 റിഗാർഡിങ് ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ. നമുക്ക് കോമ്പൻസേഷൻ കിട്ടുമല്ലോ കമ്പൽസറി അക്വിസിഷനോടൊക്കെ. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളതാണ്. Number 1, interest received on enhanced compensation is taxable under other sources. A flat deduction of 50% is allowed against such interest income. It is taxable in the year in which it is accrued. 1 and 2 are correct. 2 and 3, 1 and 3 all are correct. നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു കമ്പൽസറി അക്വിസിഷനൊക്കെ ഗവൺമെൻറ് നടത്തുമ്പോൾ നമുക്ക് എമൗണ്ട് കോമ്പൻസേഷനായിട്ട് കിട്ടുന്നു. അതിൽ ഇൻട്രസ്റ്റ് അടക്കം കിട്ടുകയാണെങ്കിൽ ഇതെന്താ, ഇൻട്രസ്റ്റ് കിട്ടിയാൽ അതർ സോഴ്സിലാണ് കാണിക്കുക. കറക്റ്റ്. ദെൻ അങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റുമേ നമുക്ക് 50% ഫ്ലാറ്റ് ഡിഡക്ഷൻ തരുന്നുണ്ട്. കറക്റ്റാണ്. 50% ഫ്ലാറ്റ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, അതും ശരിയാണ്. ദെൻ ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് അക്രൂഡ്. അത് തെറ്റാ. അക്രൂഡ് ആവുന്ന ടൈമിലല്ല ടാക്സബിൾ ആവുക, റിസീപ്റ്റ് ആകുമ്പോഴാണ് ടാക്സബിൾ ആവുക. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 23 റിലേറ്റഡ് വിത്ത് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്, പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു അവോയ്ഡ് ടാക്സ് ബൈ ട്രാൻസ്ഫറിംഗ് സെക്യൂരിറ്റീസ് ജസ്റ്റ് ബിഫോർ ദി ഇൻട്രസ്റ്റ് ഡ്യൂ ഡേറ്റ്. Number 2, Section 94 allows the assessing officer to tax interest in the hands of transferor. This rule applies only if the transfer is to a relative. 1 and 2, 2 and 3, only 1, all are correct. Bond washing transaction എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും ഹൈ ഇൻകം ഗ്രൂപ്പ് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇൻകം ഉള്ള ആൾക്കാരിലോട്ട് ഈ ഇൻട്രസ്റ്റ് ഒക്കെ ഡ്യൂ ആവുന്ന സമയത്ത് പലപ്പോഴും സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ടാക്സ് എന്ത് ചെയ്യും, വെട്ടിക്കുന്ന പരിപാടി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അസസിങ് ഓഫീസർ എപ്പോഴും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയാം ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. So bond washing transaction is a method to avoid tax by transferring securities just before interest due date. Interest due date സമയത്തായിരിക്കും ഒരു പരിപാടി ചെയ്യുക. അതിനാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. കറക്റ്റ്. Number 2, Section 94 allows the assessing officer to tax the interest in the hands of transferor. അസസിങ് ഓഫീസർ ഇത് കണ്ടുപിടിച്ച് അസസിങ് ഓഫീസർ ആരാണോ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഇൻകം ഉള്ള ആൾ ലോ ഇൻകം ഉള്ള ആളിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്ഫർ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ അസസിങ് ഓഫീസർക്ക് 94 സെക്ഷൻ കൊണ്ട് അങ്ങനെ ടാക്സ് അടപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കറക്റ്റ്. ദെൻ ദിസ് റൂൾ അപ്ലൈസ് ഓൺലി ഇഫ് ദ ട്രാൻസ്ഫർ ഈസ് ടു എ റിലേറ്റീവ്. അത് തെറ്റാണ്. ടാക്സ് വെട്ടിക്കാൻ ഏത് പേഴ്സണ് വേണമെങ്കിലും ആൾക്കാർ ഇത് ട്രാൻസ്ഫർ ചെയ്യും, എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതാണ്. അല്ലാണ്ട് റിലേറ്റീവിന് ചെയ്യുമ്പോൾ മാത്രമല്ല ഈ റൂൾ അപ്ലൈ ആവുക എല്ലാവർക്കും. നമ്മുടെ മെയിൻ പർപ്പസ് ആൾക്കാരുടെ എന്താ, ടാക്സ് അവോയ്ഡൻസ് ആണ്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 24. Commission or remuneration for realizing interest on securities is deductible. Rent, rates and taxes for building let out with machinery, composite rent എന്ന് പറയും, are deductible. Personal expenses of the taxpayer are deductible up to 10% of gross income from other sources. 1 and 2, 2 and 3, 1 and 3 all are correct. നോക്കാം. ആദ്യത്തെ കമ്മീഷൻ ഓർ റിമ്യൂണറേഷൻ ഫോർ റിയലൈസിങ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഈസ് ഡിഡക്റ്റബിൾ. കറക്റ്റാണ്. ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് റിയലൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബാങ്കുകൾക്കൊക്കെ നമ്മൾ കമ്മീഷനോ റിമ്യൂണറേഷനൊക്കെ കൊടുക്കും, കളക്ഷൻ ചാർജ് എന്ന് പറയും. സോ അത് ഡിഡക്റ്റബിൾ ആണ്, നമുക്ക് ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാ. ശരി. സോ റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് ഫോർ എ ബിൽഡിംഗ് ലെറ്റ് ഔട്ട് വിത്ത് മെഷീനറി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് റെന്റ്. സോ കോമ്പോസിറ്റ് റെന്റ് നമ്മൾ അതർ സോഴ്സിലാണ് കാണിക്കുക, ടാക്സബിൾ ആണ്. ദെൻ ഈ പറയുന്ന എമൗണ്ട് റെന്റ് ആവട്ടെ റേറ്റ്സ് ആവട്ടെ ഇതൊക്കെ ഡിഡക്റ്റബിൾ കൂടിയാണ്. അപ്പോൾ അതർ സോഴ്സിലാണ് ടാക്സ് വരിക. എപ്പോഴാണത് അതർ സോഴ്സിലോട്ട് വരുന്നത്? ഇൻസെപ്പറബിൾ ആവുമ്പോഴാണ്.
ബിൽഡിങ്ങും അതിൻ്റെ കൂടെ ഇതൊക്കെ കൂടിയിട്ട് വരുമ്പോൾ ഇൻസെപ്പറബിൾ ആണ്. അപ്പോൾ അതിനെ കോമ്പോസിറ്റ് റെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതർ സോഴ്സിൽ കാണിക്കുന്നു, ദെൻ അത് ഡിഡക്റ്റബിളും ആണ് കേട്ടോ. സോ രണ്ടാമത്തെ കറക്റ്റാണ്. ദെൻ പേഴ്സണൽ എക്സ്പെൻസസ് ഓഫ് ദ ടാക്സ് പെയർ ആർ ഡിഡക്റ്റബിൾ അപ് ടു 10% ഓഫ് ഗ്രോസ് അതർ സോഴ്സസ് ഇൻകം. അത് തെറ്റാണ്. പേഴ്സണൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഡിഡക്റ്റബിളേ അല്ല. പേഴ്സണൽ എക്സ്പെൻസസ് ഡിഡക്റ്റബിളേ അല്ല. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരിക. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. സോ നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25 റിഗാർഡിംഗ് ഡീംഡ് ഡിവിഡൻഡ് ലോൺസ് ഗിവൺ ബൈ എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി ടു എ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ 10% വോട്ടിംഗ് പവർ ഉള്ള ആൾ കൊടുക്കുന്നതിന് നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ടാക്സബിൾ ഓൺലി ടു ദി എക്സ്റ്റെൻറ്റ് ദ കമ്പനി പൊസസ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ്. ഡീംഡ് ഡിവിഡൻഡ്സ് ആർ എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഷെയർ ഹോൾഡർ. 1 and 2 ആർ കറക്റ്റ്, 2 and 3, 1 and 3 ഓൾ ആർ കറക്റ്റ്. നോക്കാം നമുക്ക്. ഡീംഡ് ഡിവിഡൻഡിൻ്റെ കൺസെപ്റ്റ് ആണ് ലോൺ ഗിവൺ ബൈ എ ക്ലോസ്ലി ഹെൽഡ് കമ്പനി. ക്ലോസ്ലി ഹെൽഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കൊന്നും അധികം ഇൻവെസ്റ്റ് ചെയ്യാത്ത കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിലത്തെ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡർ എന്ന് വെച്ചാൽ ആ കമ്പനിയിൽ 10% കൂടുതൽ വോട്ടിംഗ് പവർ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും എന്നുള്ള പറയുന്നത് കറക്റ്റാണ്. അതിനെയാണ് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, സബ്സ്റ്റാൻഷ്യൽ വോട്ടിംഗ് പവർ ഉള്ള ആൾക്കാർക്ക് കേട്ടോ. then it is taxable only to the extent the company possesses accumulated profit. അത് എപ്പോഴാണ് ടാക്സബിൾ ആവുക? കറക്റ്റാണ്. സ്ഥാപനത്തിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടായിരിക്കണം. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലോണ് അതിനെ നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണു. ദെൻ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഈ ലോൺ എമൗണ്ട് പ്രോഫിറ്റിനെക്കാട്ടും കുറവേ ലോൺ എമൗണ്ട് വരാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ്സിനായിട്ടും കൂടുതൽ അവിടെ ലോൺ എമൗണ്ട് ഷെയർ ഹോൾഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കതിനെ ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എപ്പോഴാണ് നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവണം, പ്രോഫിറ്റിനായിട്ടും കുറവ് മാത്രമേ നമ്മൾ ഈ പറയുന്ന ലോൺ കൊടുക്കാൻ പാടുള്ളൂ. ഈ ലോണിനെ എന്തുകൊണ്ട് ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യണു? ക്ലോസ്ലി ഹെൽഡ് കമ്പനിയാണ്, അധികം പബ്ലിക് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണില്ല, പിന്നെ ഈ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡർക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം കേട്ടോ. ദെൻ ഡീംഡ് ഡിവിഡൻഡ്സ് ആർ എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡർ. അത് തെറ്റാണ്. ഡിവിഡൻഡ് ഏതാണെങ്കിലും ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഡീംഡ് ഡിവിഡൻഡിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ 1ഉം 2 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. അപ്പോൾ നമ്മൾ അതർ സോഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു ലാസ്റ്റ് 5 ദിവസങ്ങളായിട്ട് ഇൻകം ടാക്സ് ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു മൊഡ്യൂളിലെ MCQs ആയിട്ട് വരാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ ക്രാഷ് ബാച്ച് ഉണ്ട്, MCQ ആൻഡ് മോക്ക് ടെസ്റ്റ് ബാച്ച് ഉണ്ട്, ജോയിൻ ചെയ്യാം. അത് മാത്രമല്ല ഞാൻ പറഞ്ഞു വെറും 100 രൂപയ്ക്ക് നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ബൂസ്റ്റർ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും പഠിക്കുന്ന സമയത്ത്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.